തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ പട്ടിക്ക് മനസ്സിലായി എന്നെ വെച്ചുകൊണ്ട് എന്റെ പട്ടി ഓടി. ആ നിമിഷം അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയനായിരുന്നു സാർ. എന്റെ പട്ടി എന്നെ രക്ഷിച്ചു. നേരിട്ട് കണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വമ്പ സാധനമാണ്. നല്ല കറുത്ത വരയതേലും നല്ല തിളങ്ങുന്നു. വാലയ്ക്ക് നമ്മളിങ്ങനെ കണ്ടാൽ നല്ല തളർത്തി ഇട്ട് കിടക്കുന്നു. അത് ഒറ്റ ചാട്ടം ചാടിഞ്ഞ് അത് എന്നെ കൊണ്ട് പോയേനായിരുന്നു. എന്റെ പട്ടി എന്റെ ജീവൻ രക്ഷിച്ചത്. അത് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പോയ ഞങ്ങൾക്ക് പോയി, ആർക്കും പോവില്ല സാറേ. പോയ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ജീവിക്കാനുള്ള അവസരം ഒഴുക്കി തന്നെ 6 മണി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാറില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം കണ്ടുപോയി. ഇത്രയ്ക്കും വമ്പൻ ഒരു ജീവിയാണ്. ഇന്ന് ഞങ്ങളെല്ലാം അവരുടെ പട്ടീനെ കൊണ്ടുപോയി. നാളെ ഞങ്ങളെ ഓരോരുത്തരായിരിക്കും ഇതെടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ആ ഒരു സമാധാനം പറയും. പോയ ഞങ്ങളുടെ കുടുംബത്തിന് ഇത്ര നാള് ഞങ്ങൾക്ക് ആനയായിരുന്നു. ഇപ്പൊ ഇതിനെ കൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ കണ്ടതാണ് എന്റെ കണ്ണാലെ. ഇന്ന് വയനാട്ടിൽ കൊന്നുപോലെ ഓരോന്നിനും കൊന്നു തിന്നു കഴിയുമ്പോ പരിഹാരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല സാറേ. ഇതിപ്പോ ഇവര് കാണാഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് എന്റെ അവസ്ഥ ഇതാ. അപ്പൊ ഇവരും കൂടെ കാണുവാണെങ്കിൽ ഇവർ ഒറ്റെണ്ണം പുറത്തിറങ്ങില്ല സാറേ. രാവിലെ എന്റെ കൂട്ടിൽ 2 പട്ടിയാണ് കിടന്നിരുന്നത്. അതിൽ ഒരു പട്ടി ഇതാണ്. ഇത് ആ കുട്ടിയും ചാടാൻ പറ്റിയാത്ത പട്ടിയാണ്. പക്ഷേ അത് ഈ പ്രശ്നം, ഈ ബഹളം കേട്ട് അത് അവിടെ നിന്ന് ചാടി തിരിച്ച് നമ്മുടെ വീടിൻ്റെ ടെറസിൽ വന്ന് കിടന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അപകടം ഉണ്ടല്ലോ എന്ന്. ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ പട്ടി മിസ്സാണ്. നമസ്കാരം, ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കീഴ്പള്ളി ചതിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ഒരു വീട്ടിൽ, ബിനോയ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ഒരു ലാബ് ഇനത്തിൽപ്പെട്ട ഒരു പട്ടീനെ കടുവ കൊണ്ടുപോയിരിക്കുകയാണ്. അതിപ്പോൾ കടുവയാണോ പുലിയാണോ എന്നുള്ളൊരു ചെറിയ സംശയത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ വീട്ടുകാരൊക്കെ കടുവയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ വീട്ടിലേക്കൊന്ന് പോകാം, എന്നിട്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് താഴെയുള്ള ഈ റബ്ബർ തോട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് താഴെയായിട്ടാണ് കടുവ എന്ന രീതിയിലുള്ള സംശയം വരുന്ന രീതി. ഇവിടെ എന്തൊക്കെയോ തെളിവുകളുണ്ട് കേട്ടോ. കാൽപ്പാടാണോ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. താഴെയാ ഇവിടെയും കാണുന്നില്ലല്ലോ. താഴേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഫോറസ്റ്റ് ഉണ്ട്. ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ഫുട് പ്രിൻസ് കിട്ടിയാ ഇവിടെയാ? ഇതാ അല്ല, അവിടെ ഉണ്ട്. അവിടെ നല്ല കൽപ്പാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടാ? ഒന്ന് കൂവിയിട്ടങ്ങ് ചെന്നാൽ മതി. അവർ മാർക്ക് ചെയ്തു. ഏതാ? ഇവിടെയാണ് ആ വീടുള്ളത്. ഇവിടുന്ന് തൊട്ട് താഴെ ഈ ഒരു പ്രദേശത്തേക്കാണ് കടുവ ഒരു പട്ടിയെ കൊണ്ട് പോയത്. അവിടെയൊക്കെ കാൽപ്പാടുകളുണ്ട്, പക്ഷേ നനഞ്ഞ മണ്ണല്ലാത്തതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇവിടെ പോലീസും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വീട്ടിലാണ് സംഭവം നടന്നത്. സംഭവം അറിഞ്ഞ് ഒത്തിരി ആളുകൾ അവിടെ പോയിരിക്കുന്നുണ്ട്. ഇവിടെ ഇവരുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഈ ഒരു കൂട്ടിൽ നിന്നാണ് കടുവ പിടിച്ചിട്ടുള്ളത്. ഇവിടെ നടന്നേ ഓൺലൈൻ ചാനലാട്ടോ. ഓൺലൈൻ ചാനലാ. ഇവിടുന്ന് വേണ്ടേ? ഇതിനകത്താട്ടോ. കെട്ടിയിട്ടിരിക്കുന്ന രീതിയിലായിരുന്നോ? കെട്ടിയിട്ടിരിക്കുമായിരുന്നു. പന്നിക്കൂടായിരുന്നു അല്ലേ? ഇവിടുന്ന് പിടിച്ചിട്ട് ഇതാ ഇതിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിലേ പോയല്ലേ? അപ്പം എങ്ങനെ ഇവിടെ കാൽപ്പാടുണ്ട്? അതിലെ എനിക്ക് ഇങ്ങോട്ട് വന്നല്ലേ? പോയതായിരിക്കും. അവിടെ ഉണ്ടെന്ന് ഇറങ്ങിപ്പോയായിരിക്കും. പെട്ടെന്ന് ഈസിക്ക് കാട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ ഇതിലെ എളുപ്പം. അങ്ങനെ ഇഷ്ടം വിട്ടു. ഫോറസ്റ്റിനോട് ചേർന്നൊരു പ്രദേശം തന്നെയാണ്. ഇവിടെയും പുലിമുരുകൻ ഉണ്ടെന്നാ?
ആദ്യം പറയിപ്പിക്കുന്നിട്ട് പറയാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഉബൈദ്. ഇവിടെ പ്രദേശവാസി തന്നെ അല്ലേ? ആ, ഈ പ്രദേശവാസി. അപ്പോൾ ഇവിടെ എങ്ങനെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പൊക്കെ ഇവിടുന്ന് കരച്ചിൽ കെട്ടായിട്ട് അവർ പറഞ്ഞ ആൾക്കാരൊക്കെ വന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കിപ്പോയതാണ്, സ്വീകരിച്ചു പോയതാണ്. പിന്നെ അതിൻ്റെ മുമ്പ് ഒരു പട്ടിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് കേട്ടു. ഒരു പെണ്ണുങ്ങൾ കണ്ടു, നേരിട്ട് കണ്ടു, കടുവനെ കണ്ടു എന്ന് പറയുന്നത് കേട്ടു. ഒരു 9 മണിയായപ്പോൾ. അതെന്താ എത്ര ദിവസമായി? അതൊരു 15 ദിവസം മുമ്പ് ആ പെണ്ണുങ്ങൾ ഇപ്പോൾ ന്യൂസിലൂടെ പറയുന്നത് കേട്ടില്ലേ? പെണ്ണുങ്ങൾ ഡയറക്റ്റ് കണ്ടു. പെണ്ണുങ്ങൾ പറയുന്നത് കടുവ തന്നെയാണ് കണ്ടതല്ലേ? കണ്ടത് കടുവ തന്നെയാണ്. ഞാൻ ഉറപ്പായിട്ട് കണ്ടതാന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് അവരെന്താ പറയുന്നത്? ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞ് ഇതിനിപ്പോൾ കൂട് സ്ഥാപിക്കണം. നാട്ടുകാർ പറയുന്നത് ഇവിടെ കൂട് സ്ഥാപിക്കണം, അതിനെ പിടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാതെ പിന്നെ അവർ ഒഴിവാവില്ലാന്ന് പറയുന്നത്. ഇപ്പോൾ വനമന്ത്രി കൂട് വെക്കാനായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. കൂട് വെച്ചിട്ട് പിന്നെ ഫെൻസിങ് ലൈന് പിന്നെ ഇത് വേണമെന്നാണ് പറയുന്നത്. ഈ ആനയും കൂടെ, ആനയുടെ ശല്യം കൂടെ ഉണ്ടല്ലോ. ആനയും കൂടെ ഇറങ്ങുന്നുണ്ട്. ആന ഉള്ളു ഇവിടെ അല്ലേ? ആനയില്ലാത്ത സ്ഥലങ്ങളില്ല. എല്ലാം ഈ താഴെ ഭാഗത്തൊക്കെ ക്യാമറ വെക്കുന്നതല്ലേ? ഉള്ളോട്ട് ഇതെല്ലാം ഈ പ്രദേശത്തേക്ക് കൂടെ ഈ ചാലിൻ്റെ സൈഡിൽ കൂടെ ക്യാമറ സ്ഥാപിക്കും. എന്താ വരുന്നത്, എന്താ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ടാണ് പുലിൻ്റെ ശല്യം കൂടുതലായത്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് നമുക്ക് അത്ര വലിയ പേടിയൊന്നുമില്ലായിരുന്നു. നമ്മളൊക്കെ ഇതിനകത്ത് നിന്നൊക്കെയാണ് വെള്ളം എടുത്ത് ഉപയോഗിച്ചു. പുലിയാണ് വന്നുകൊണ്ടിരുന്നല്ലേ? പുലി എന്ന് പറഞ്ഞാൽ പുലി ഇവിടെ കടുവയാണ്. പുലി അങ്ങ് പിന്നെ ഇവിടെയൊക്കെ പുലിയല്ലേ കാണുന്നത്, കാക്കങ്ങാട് ഭാഗത്തൊക്കെ. ഇവിടെ വന്നത് കടുവയെന്ന് തന്നെ, വലിയ കടുവയെന്നാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ഡയറക്റ്റ്? അതല്ലേ ഇത്? പക്ഷേ ഇവിടുത്തെ കണ്ടില്ലല്ലോ. ഇവിടുത്തെ ഇതിന്റെ ഈ 15 ദിവസം മുമ്പ് ഇവിടെ തന്നെയല്ലേ ആ പെണ്ണുങ്ങൾ കണ്ടേ? ഇവിടെ തന്നെയുണ്ടല്ലേ? ആ, തൊട്ടപ്പുറത്ത് നിന്ന്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു പട്ടി വേറെ മുമ്പ് പിടിച്ചു പോയി. ഇവിടെ ഇതിന്റെ മുകളിലേക്ക് വീടുകളുണ്ടോ? ഇതിന്റെ മുകളിലേക്ക് ഇതുകൊണ്ട് തീർന്നു. ആ ലാസ്റ്റ് വീടാണത്. പിന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് ഒക്കെ ഓരോ എസ്റ്റേറ്റുകളാണ്. പിന്നെ ഇത് ഫോറസ്റ്റ്. ഈ തോടിനപ്പുറം മുഴുവൻ ഫോറസ്റ്റാണ്. ചേട്ടാ പേരെങ്ങനെയാ? എൻ്റെ പേര് തങ്കച്ചൻ. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 15 ദിവസങ്ങളായിട്ട് ഈ നീലായി മേഖലയിൽ നിരന്തരമായിട്ട് കടുവ എന്ന് തോന്നിക്കുന്ന ഒരു ജീവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാൽപ്പാടുകളെല്ലാം കണ്ടിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പിന്നെ കടുവയാണെന്ന് പറയുന്നുണ്ട്. കടുവയോ പുലിയോ എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഉള്ളൂ. എന്തായാലും കടുവയോ പുലിയോ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. പലരും ഇവിടെ കണ്ടവരുണ്ട് നേരിട്ട്. പക്ഷേ കണ്ടതെന്ന് പറഞ്ഞാലും പിന്നെ ഇവരത് അംഗീകരിക്കുന്നില്ല. ഇവർക്ക് ക്യാമറ കണ്ണിൽ കണ്ടാൽ മാത്രമല്ലേ വിശ്വാസമാവുള്ളൂ. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഇപ്പം ഭയങ്കര ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആഴ്ചകളായിട്ട് ഇവിടെ ഒരു ആളും പുറത്തിറങ്ങുന്നില്ല 6 മണി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ റബ്ബർ വെട്ട് കൃഷി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഫാമിലൊക്കെ പണിക്ക് പോകുന്ന ആളുകളും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതിലുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കുടിവെള്ള പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. മലയായതുകൊണ്ട് കാട്ട് നിന്നാണ് പൈപ്പിട്ടിട്ടൊക്കെ വെള്ളം എടുക്കുന്നത്. പക്ഷേ ആ വെള്ളം ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം വെച്ചാൽ പേടിച്ചിട്ട് കയറാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ആന വന്ന് പറിച്ച് കളയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു സാഹചര്യം പിന്നെ ഈ കടുവയോ പുലിയോ മാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങൾ എല്ലാ വിധത്തിലുള്ള കുരങ്ങിനെ കൊണ്ട് മാന്, പന്നി, അതുപോലെ തന്നെ ആന ഡെയിലി വരുന്നുണ്ട്. ഇതിൻ്റെ താഴ് പ്രദേശങ്ങളിലേക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 മണിയാകുന്ന സമയത്ത് വരെ ആനയുടെ രൂക്ഷമായ ശല്യം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരു നടപടിയില്ല. ഇവരിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റോട് ചോദിച്ച് കഴിയുമ്പോൾ അവർ പല പിന്നെ ഒഴിവ് ന്യായങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രെഞ്ച് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മതിൽ കെട്ടിയിട്ട് ശാശ്വതമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു പരിപാടികളും നടക്കുന്നില്ല. അതിൻ്റെ ബാക്കപ്പ് ചെയ്യുന്നില്ല. അവിടെ ട്രെഞ്ച് ഉണ്ടാക്കി കുറച്ച് സ്ഥലം ഇട്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തിനാക്കിയെന്ന് പോലും അറിയത്തില്ല. ആനക്ക് സ്വൈര്യവികാരം നടത്താൻ പറ്റുന്ന തരത്തിൽ അത് ഇറങ്ങിപ്പോരാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പം സോളാർ ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സംരക്ഷണം ആരും നടത്തും, അല്ലെങ്കിൽ ഏതൊരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയോ ശാശ്വതമായിട്ട് ഇവിടെ ജനങ്ങൾക്കൊരു ഗുണകരമാകുന്ന തരത്തിൽ ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെക്കുന്നത്. ഞങ്ങളിവിടെ കുറേ കാലങ്ങളായിട്ട് വളരെ വളരെ സംഘർഷഭരിതമായിട്ടാണ്. അത് വെച്ചാൽ ഒരു മനസമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നില്ല. പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. ഇവിടെ പലപ്പോഴും പിള്ളേരെയൊക്കെ കൊണ്ടുവിടുന്നത് ഇവിടെ വാഹന സൗകര്യങ്ങൾ വരെ കുറവാണ്. വളരെ താമസമാണ്. പല ദിവസങ്ങളും സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. ഈ സങ്കടങ്ങളൊക്കെ ആരും കാണാനില്ല. ഇങ്ങനെ ഒരു അപകടം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ ജനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് പലവട്ടം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിന് ഒരു ശാശ്വത നടപടി സ്വീകരിക്കുന്നോടം വരെ നടപടികൾ സ്വീകരിക്കുന്നോടം വരെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാട്ടുകാരോട് ഒന്നിച്ചുകൂടിയിരിക്കുന്നത്.
നമ്മുടെ ഈ പ്രദേശത്ത് വേറെ വളർത്തുമൃഗങ്ങളെ എന്തിനേലും എടുത്തു കൊണ്ടുപോയി? ആടിനെ കൊണ്ടുപോയതുണ്ട്. പെരുമ്പാമ്പ് എൻ്റെ തന്നെ 2 ആടിനെ പെരുമ്പാമ്പ് പിടിച്ചാണ്. ആ പെരുമ്പാമ്പ് പിടിച്ചിട്ട് അതിന് നഷ്ടപരിഹാരമായിട്ട് ചെറിയൊരു പൈസ അന്ന് പിന്നെ എഴുതി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളർത്തു നായ്ക്കളെ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ആടിനെ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കണ്ടുവിട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ കടുവ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ പറമ്പിൽ തീറ്റാൻ പറ്റിയിരിക്കുന്ന സാധനം കണ്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? തെളിവ് പറയാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഫോറസ്റ്റുകാരോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതുപോലെ ഞങ്ങളുടെ കൃഷി കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഏത് സ്ഥലങ്ങൾ കാണിച്ചു നോക്കി, ഒരു നടുതല കൃഷികൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു. ഈ ചെറുകിട കൃഷിക്ക് ഒന്നും കിട്ടാനില്ല. പന്നിയുടെ ആയിട്ടും മാൻ്റെയായിട്ടും പല ശല്യങ്ങൾ കൊണ്ട് ആ കൃഷി നശിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആരോട് പറയാൻ പറ്റും? ഒരു പന്നി നശിപ്പിക്കുന്ന കൃഷിയെ നമുക്ക് കൊണ്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ന് 10 കോടി കളഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിയുമ്പോഴാണ് 10 കോടി കളഞ്ഞ്. ഇതാരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? 10 പൈസ പോലും കിട്ടുന്നില്ല. കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ചു. ഇപ്പോൾ എല്ലാവരും ഓരോ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ പണികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലല്ലോ ഇവിടെ. ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രമല്ലേ ആൾക്കാർ കാണുന്നത്, ഇല്ലെങ്കിൽ ആരറിയുന്നു? ഈ വനാന്തരങ്ങൾ സൈഡിൽ കിടക്കുന്ന എല്ലാവരുടെയും അവസ്ഥ തന്നെയല്ലേ വരുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാജു. ഇവിടുത്തെ മെമ്പറാണല്ലേ? നമ്മുടെ 5ാം വാർഡിൻ്റെ മെമ്പർ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ തീരുമാനം എല്ലാം സ്വീകരിച്ചോ? തീരുമാനം സ്ഥിരീകരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് വച്ച് ഇതിനെ പിടിക്കാനുള്ള തീരുമാനം എടുക്കണമെന്നാണ് നാട്ടുകാരും ഞങ്ങൾക്കും പറയാനുള്ളത്. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ തീരുമാനം അത് ആയിരിക്കണം. അതാണ് ആവശ്യം. അല്ല, ഏത് ജീവിയാന്നുള്ള സ്ഥിരീകരണം അങ്ങനെയൊന്നും വന്നിട്ടില്ല അല്ലേ? ജീവി കടുവ തന്നെ, അങ്ങനെ ഉറപ്പ് വരില്ല. ഒരു റേഞ്ച് ഓഫീസറെല്ലാം ഉണ്ട്. വേറെ ഈ പ്രദേശത്ത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടല്ലേ? ഒരു ജനുവരി 8-ാം തീയതി തൊട്ട് മിക്ക വീടുകളിലും ഇങ്ങനെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിൽ ജനുവരി 8 അതിൻ്റെ മുന്നേ വന്യമൃഗശല്യം ആദ്യം തൊട്ടേ ഉള്ളതാണ്. ഇപ്പോൾ ഈ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാ കൂടെ ഉണ്ടായിരുന്ന ഇത് വീട്ടിലെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് ചിന്നമ്മ. എപ്പോഴാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? മനസ്സിലാക്കിട്ട് നേരം വെളുത്ത് കഴിഞ്ഞിട്ട്. നേരം വെളുത്ത് അറിഞ്ഞല്ലേ? ഈ പട്ടി തിണ്ണെ കിടക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവര് കൂട്ടിപ്പോയി നോക്കുന്നത്. ഏതോ ഈ പട്ടി. ഓഹോ. അപ്പൊ അങ്ങനെ കൂടിനകത്ത് മറ്റേ വെട്ടിപ്പെട്ടിയില്ല. അതിന്റെ കുഞ്ഞല്ല, അത് വേറൊരു ഇനമായിരുന്നു. അതേതാ ലാഭ? ലാഭം കിട്ടിയത് വലിയ പട്ടിയായിരുന്നു. വലിയ പട്ടി, ഇതേ കളറ്. എന്നിട്ട് അത് കാണാത്തോണ്ട് ഇവര് ഇതെല്ലാം നോക്കുമ്പോൾ കാൽപ്പാട് കൊണ്ട് പട്ടിയില്ല. അങ്ങനെ ഇത് തിണ്ണെ കിടക്കുന്നു. അങ്ങനെയാണ് ഇവര് ചെന്ന് നോക്കുന്നത് തന്നെ പുറത്ത് അവിടെ പോയിട്ട്. അന്നേരം ഇത് മാത്രമേ ഉള്ളൂ, മറ്റേ ഇല്ല. അതിന് മുമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല, കെട്ടിയിട്ടില്ല, കൂട്ടിനകത്തല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ എല്ലാം സ്വീകരിച്ചോ? എന്തേലും ഒന്നും ആയിട്ടില്ല. മറ്റൊരു വരാതെ ഡിഎഫ്ഐ റേഞ്ചുകാരന്റെ വരാതെ വിടുക എന്നാ പറഞ്ഞു ഇവരെ. അതല്ലേ ഇവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. പോയാൽ ശരിയാകല്ലോ, ഇവര് കൊണ്ടത് കൂടാക്കട്ടെ. എത്ര പ്രായമുള്ള പട്ടിയാ? അതാ ഇവരിപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 വയസ്സെന്നാ പറഞ്ഞിരിക്കുന്നത്. 2 വയസ്സായിട്ടില്ല. വലിയ പട്ടിയായിരുന്നു. 10,000 രൂപ കൊടുത്ത് മേടിച്ചോണ്ട് വന്നാ. ഇത് ഒറ്റയ്ക്കായി പോയില്ലേ? വേറെ പട്ടി ഉണ്ട്, അതൊന്നും ഇവിടെ ഇല്ല. ഇത് കണ്ടിട്ടുണ്ടോ? അതിനൊരു പേടിയുണ്ടല്ലേ? അത് കണ്ട് അതിന് പേടിയാകും. ഇടയ്ക്കൊരു കരച്ചിൽ പോലെയൊക്കെ ഉണ്ട്. അതോട് കുറയ്ക്കുന്ന പട്ടിയായിരുന്നു. അങ്ങ് നീലായിട്ട് പന്നിക്കൂടിന്റെ അവിടെ ആണല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് വത്സ. എന്നാ ചേച്ചി നേരിട്ട് കണ്ടത്? 15 ദിവസം മുമ്പ്. ആദ്യത്തെ ദിവസം ഇവിടുന്ന് ഒരു പട്ടീനെ കൊണ്ടുപോയി, ഒരു പട്ടീനെ കടിച്ചു, കൊന്നില്ല, തുടലിലിട്ട് കാരണം അതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിന്റെ 3-ാം ദിവസമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ എന്റെ തോട്ടത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ റബ്ബർ 9 രാത്രിയായപ്പോൾ ഞാൻ റബ്ബർ വെട്ടി. 11 മണിയായപ്പോൾ ഞാൻ പാലെടുത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉറവ് വെച്ച് വെച്ച് ഞാൻ പട്ടി കരഞ്ഞ് പട്ടീനെ ഇറക്കിയതാ. ഇതുപോലെ രാത്രി 11:30. ആ സമയത്താണ് ഇതിങ്ങനെ നിൽക്കുന്ന ഒരു വീടിന്റെ പട്ടീനെ കൂട്ടിക്കിടക്കണ പട്ടീനെ നോക്കി നിൽക്കുക. അപ്പൊ ഇവിടുന്ന് കൂടി വന്നത് ആ മരത്തിന്റെ ദൂരം ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കട്ടിലേര് തലേന്ന് റബ്ബർ വെട്ടിയ കട്ടിലേര് തലേന്ന് എടുത്ത് ഇത് തിരിച്ചു നോക്കി, തല തിരിച്ചു നോക്കിയപ്പോ ഈ സാധനം എന്നെ നോക്കി. അന്നേരം ഞാൻ ഈ സാധനത്തിനെ നോക്കി തോർച്ചടിക്കും. അപ്പൊ ഇതെന്റെ നേരെ തിരിഞ്ഞു. അപ്പൊ എന്റെ പട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്ന തുടലോടുകൂടി എന്നെ വലിച്ചോണ്ട് പോയി കാരണം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ നിമിഷം എന്നെയും കൊണ്ട് ആ സാധനം പോയേനെ. ബമ്പനൊരു സാധനം
മേത്ത് വരകളുണ്ട്. ആ വരകളുണ്ട്, കുത്തുപോലത്തെ വരകളും ഉണ്ട്, ഇതുണ്ട്. നമുക്ക് ഒറ്റ നോട്ടം നോക്കാൻ പറ്റുള്ളൂ. ഇതെന്റെ നേരെ തിരിഞ്ഞാലും ഞാൻ ജീവനും കൊണ്ട് ഓടി. എന്റെ പട്ടി എന്നെ വലിച്ചോണ്ട് പോയി. അല്ലെങ്കിൽ അന്ന് എന്നെ വാലാണോ മേലാണോ വാലിന്റെ വശം മൊത്തം ഇങ്ങനെ തിരിഞ്ഞേച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന് ഇങ്ങനെ തിരിഞ്ഞാണ് കാണുന്നത്. എന്നെ അല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ നിൽക്കൂല. എന്റെ പട്ടി കാരണം എന്നെ രക്ഷിച്ചതാ. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആ സാധനം പോയി എന്നെ. അത് എന്തൊരു ശബ്ദം ഈ കാട്ടിൽ നിന്ന് കേൾക്കുന്ന ചില സമയത്ത് ഇതിന്റെ കാർച്ച. ഞങ്ങൾക്ക് ഒരു പ്രകാരം ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളം ഞങ്ങൾ ഈ തോട്ടിലെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ആ വെള്ളം പോലും ഞങ്ങളുടെ നിന്ന് എടുക്കാൻ പറ്റാത്ത ഗതിയിൽ ഉറപ്പാ. എന്നാന്ന് വെച്ചാൽ നല്ല നീളമുണ്ട്. ഇതിന് ഫോറസ്റ്റ് ഇതിന്റെ അകത്തുനിന്നല്ലേ. ഞങ്ങളുടെ അവസ്ഥ അതേ ദുരിതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. റബ്ബർ വെട്ടാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, ഒരു സാധനം കുടിവെള്ളം പോലും എടുക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് ഇതിനെ അറിയത്തില്ല. ഇവിടെ CCF വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി 2 മണിയോട് ഈ 8-ാം തീയതി ഇതുവരെ ഈ സാധനം പോയിട്ടില്ല. ഇടയ്ക്കൊന്ന് പോവും, പിന്നെ തിരിച്ചു ഇവിടെ വന്ന് ആ ഒരു ചേച്ചി കണ്ടിട്ടുണ്ട് അവിടെ പുറത്ത്. വേറെ എന്തൊക്കെയാണ് ആശങ്കകൾ? ഞങ്ങൾക്ക് ഇവിടെ കൂടി വെച്ചിങ്ങനെ പിടിക്കാനുള്ള സംവിധാനം ആക്കണം. അതാണ് നമ്മൾ സേവനം പോലെ തന്നെ പുറത്ത് നിന്ന് സ്ഥാപനം ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ ഒരു ആറാമത്തെ നിരീക്ഷണം, ഒരു ക്യാമറ നിരീക്ഷണത്തിന്റെ നമുക്ക് കൂടുതലാണ് മെയിനായിട്ട് വേണ്ടത്. കൂട് വെച്ച് പിടിക്കുക. ഒരു അപായം വരരുത്. പക്ഷെ ആടാണെങ്കിലും കോഴിയാണെങ്കിലും പട്ടിയാണെങ്കിലും മനുഷ്യ ഭയങ്കര ആഴ്ചകളോളായി ഇവര് കിടന്നുറങ്ങിയിട്ട് അതിന്റെ ഒരു ഇവരെ നിത്യം ഇത് ഈ സമയം മുറലാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇവരെ വിളിക്കും. ഇവർ നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചു. അവരൊന്നും പറ്റില്ല. പക്ഷെ ഇത് പടക്കം പൊട്ടിച്ച് അതിന്റെ പരിധിക്കപ്പുറമായി സംഗതി. ഇന്നലെ പടക്കം പൊട്ടിച്ചത് അവർ എന്നിട്ട് ആ സമയം കഴിഞ്ഞ് ഈ സാധനം ഇറങ്ങി ഇവിടെ. അതിനുശേഷമാണ് ഈ പട്ടിയെ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ നിരന്തരം വലിയ വിലയുള്ള നായയാണ് വളർത്തുന്നതാണ് കൊണ്ടുപോയത്. അപ്പൊ അതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ അടിയന്തരമായി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഈ സമയം പോലെ തുടങ്ങി. ഇന്നലെ 3 മണിയാകുമ്പോൾ സാറാണ് വിളിച്ചത്. ഇവര് സ്ഥിരമായിട്ട് നമ്മൾ മെനക്കെട്ട് നമ്മൾ അച്ഛന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? രാവിലെ റബ്ബർ വെട്ടാൻ രാത്രി 9 മണിയായപ്പോൾ റബ്ബർ വെട്ടാൻ പോയി. ഞാൻ ഇന്ന സമയത്ത് വെട്ടിക്കൊണ്ടിരിക്കണം. എന്റെ പ്രവർത്തനത്തോട്ട് റബ്ബർ വെട്ടി ഞാൻ പാലെടുത്ത് ഒരു 11 മണിയായപ്പോൾ ഒരു തൊട്ട് താഴെ പാലെടുത്ത് ഫോറസ്റ്റിന്റെ അരികെ തന്നെയാണ്. അത് ഞാൻ പാലെടുത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്റെ പട്ടി കരഞ്ഞു. അപ്പൊ ഞാൻ ഇറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കൊണ്ടുപോയ പട്ടിയുടെ അടുത്ത് വേറൊരു പട്ടിയുണ്ട്. ആ പട്ടീനെ നോക്കി ഇത് വിണ്ടയിൽ നിൽക്കുക വഴിയേരി തന്നെ. അപ്പൊ ഞാൻ ഒരു 11:30 കൃത്യം 11:30 കഴിഞ്ഞു കാണും. എന്നിട്ട് ഞാൻ ഇതിനെ നോക്കുമ്പോൾ ഞാനൊരു വേറെ എന്തോ മൃഗമാണെന്ന് നോക്കിയത്. ഒന്ന് ടോർച്ചടി എന്റെ കട്ടിലുണ്ടായിരുന്നു നോക്കി. റബ്ബർ വെട്ടാൻ പോയതല്ലേ. നോക്കി കഴിഞ്ഞപ്പോൾ ഇത് എന്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ പട്ടിക്ക് മനസ്സിലായി എന്നെ വെച്ചുകൊണ്ട് എന്റെ പട്ടി ഓടി. ആ നിമിഷം അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയനായിരുന്നു സാർ. എന്റെ പട്ടി എന്നെ രക്ഷിച്ചു. നേരിട്ട് കണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ബമ്പ സാധനമാണ്. നല്ല കറുത്ത വരയതേലും നല്ല തിളങ്ങുന്നു. വാലയ്ക്ക് നമ്മളിങ്ങനെ കണ്ടാൽ നല്ല തളത്തിയിട്ട് കിടക്കുന്നു. ഒന്നേ നോക്കിയിട്ട് ഇന്ന് വരെ എനിക്കത് നേരെ ബോധം ശരിക്കും ഉള്ളു വന്നിട്ടില്ല സാർ. അതുപോലെ ഞാൻ
പേടിച്ചു പോയി അന്ന്. എന്റെ പട്ടി എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവരുടെ പട്ടീനെ കഴിച്ച അതേ ദിവസം 15 ദിവസമായി കാണും. അന്ന് തങ്കച്ചേട്ടന്റെ പട്ടീനെ കൊണ്ടുപോയതാണ്. അന്ന് ഞാൻ കണ്ടതല്ല. എനിക്ക് ഇന്നും ആ ഞടക്കം മാറിയിട്ടില്ല. അത് എന്റെ എന്തോ ഭാഗ്യം, ഒരു തലനാരും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് ഒറ്റ ചാട്ടം ചാടിങ്ങി അത് എന്നെ കൊണ്ട് പോയേനായിരുന്നു. എന്റെ പട്ടി എന്റെ ജീവൻ രക്ഷിച്ചത്. അത് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ സാറേ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഈ തോട്ടിലെ വെള്ളം ഞങ്ങൾ എല്ലാവരും കൂടി വെള്ളം കുടിക്കുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും കുടിക്കുന്ന ആ തോട്ടിൽ നിന്ന് വെള്ളം ഓസിട്ടാണ്. ഞങ്ങൾക്ക് ആർക്കും സ്വന്തമായിട്ട് വെള്ളമില്ല ഞങ്ങൾക്ക് ആർക്കും. അതുപോലെ വഴിവിളക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് 6 മണി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് അന്ധകാരമാണ്. ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റില്ല. ഈ കൂരിട്ട അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ എന്ത് ജീവൻ വെച്ചാൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ തലനാര് നാഴുകൊണ്ടാ. പോയ ഞങ്ങൾക്ക് പോയി, ആർക്കും പോവില്ല സാറേ. പോയ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ജീവിക്കാനുള്ള അവസരം ഒഴുക്കി തന്നെ. ഒന്നിനെ ഇതിന് കൂട് വെച്ചാൽ പോരാ, ഇതിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകണം. ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾക്ക് ജീവൻ പണയം വെച്ചാൽ ഇപ്പൊ റബ്ബർ വെട്ടാൻ പാടില്ല, വെള്ളം തിരിക്കാൻ പാടില്ല. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ ആരും ഞങ്ങൾക്ക് കൂട്ടുവരില്ല ഓസ് തിരിക്കാൻ. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ ഭയത്തോടെ ജീവിക്കുന്നത്. എനിക്ക് 6 മണി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാറില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ സമയത്ത് കണ്ടുപോയി. ഇത്രയ്ക്കും ഭയമ്പൻ ഒരു ജീവിയാണ്. എന്റെ ഭർത്താവിന് കാലിവിടെ വെച്ച് കട്ട് ചെയ്ത് അത് ഇരിപ്പാ. എനിക്ക് പുറത്തിറങ്ങാൻ ആരുമില്ല സഹായിക്കും. ഞാനും എന്റെ ഭർത്താവ് പറയും ഒരു കുടിവെള്ളത്തിന് പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം. ഞാൻ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ കാണാവുന്ന മനുഷ്യർ മുഴുവൻ ഈ തോട്ടിലെ വെള്ളം കൊണ്ട് ഞങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നത്. നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഇതുപോലെ ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും സാറേ? പേടി ഞങ്ങളുടെ ജീവൻ എപ്പോഴും. ഇന്ന് ഞങ്ങൾ എല്ലാവരുടെ പട്ടീനെ കൊണ്ടുപോയി. നാളെ ഞങ്ങളെ ഓരോരുത്തരായിരിക്കും എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ആ ഒരു സമാധാനം പറയും. പോയ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര നാൾ ഞങ്ങൾക്ക് ആനയായിരുന്നു. ഇപ്പൊ ഇതിനെ കൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ കണ്ടതാണ്. എന്റെ കണ്ടാല ഇത് കരടിയല്ലെന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കണ്ടതാ, എന്നെ നേരിട്ട് കണ്ടതാ. അതുകൊണ്ട് സാർ ഇതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങളുടെ ജീവിതമായിരിക്കും പോകുന്നത്. പണ്ട് ഇന്ന് വയനാട്ടിൽ കൊന്ന പോലെ ഓരോന്നിനും കൊന്നു തിന്നു കഴിയുമ്പോ പരിഹാരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല സാറേ. ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇത്രയും പേര് കൂലിവേലയും തൊഴിലുറപ്പ് കൊടുത്താൽ ഞങ്ങൾ ജീവിക്കുന്ന ഇവിടെ ആർക്കും റബ്ബർ വെട്ടാൻ പോലെ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങള് ഇതിപ്പോ ഇവര് കാണാഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് എന്റെ അവസ്ഥ ഇതാ. അപ്പൊ ഇവരും കൂടെ കാണുവാണെങ്കിൽ ഒരു ഒറ്റെണ്ണം പുറത്തിറങ്ങൂല സാറേ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എന്ന് രാത്രി കഴിഞ്ഞ വൈകുന്നേരം കഴിയുമ്പോ കാറിൽ തന്നെ പട്ടീനെ എടുത്തോണ്ട് പോയത്. അതിനുശേഷം നമുക്ക് റബ്ബർ വെട്ടാൻ 3 മണിക്ക് കയറ്റി ചേട്ടായി റബ്ബർ കാട് റോഡത്തിൽ വെട്ടുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വെട്ടുന്നുണ്ട്. പക്ഷെ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കരച്ചിലെന്ന് പറഞ്ഞാൽ 3:30 ആകുമ്പോ പകല് കരയുകയാണ്, രാത്രി ഫുള്ള് കരയുക. പുറത്തോട്ട് നമുക്ക് ഇറങ്ങത്തില്ല. നമ്മൾ ചെയ്യുന്നു തീർച്ചയായിട്ടും കൂടുന്ന തന്നെ നോക്കാനുള്ളത്. ഡിസിഷൻ ഇപ്പൊ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളെ മെമ്പർ EC രാജു മെമ്പർ കൂടി ആ കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ ഒന്നിച്ച് തന്നെ നമുക്കൊന്നും പേപ്പർ വർക്കിനൊന്നും അധികം സമയം കളയുന്നില്ല. ഉടൻ തന്നെ കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ക്യാമറകൾ നമ്മൾ 10ഓളം ക്യാമറകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. കാരണം നമുക്കിത് ഈ കൂട് കൊണ്ടുവരുന്നതല്ല കാര്യം, എവിടെ വെക്കണം, എവിടെ വെച്ചാലാണ് കിട്ടുക. പിന്നെ ഇത് കടുവയാണോ പുലിയാണോ അങ്ങനെയുള്ള സ്ഥിരീകരണമെല്ലാം കിട്ടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ജീവികൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ജീവിയാണോ, ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ജീവിയാണോ എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെയാണ് നടക്കുക. അത് അല്ലാതെ ക്യാമറ വെച്ചതിന് ശേഷം നമ്മൾ കൂടെ അങ്ങനെയൊന്നുമല്ല. എല്ലാം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബിനോയ്. വീട്ടുടമസ്ഥനാണ്. വീട്ടുടമസ്ഥനാണ്. എപ്പോഴാണ് മനസ്സിലാക്കിയത് അങ്ങനെ പോയി എന്നുള്ളത്? രാവിലെ എൻ്റെ കൂട്ടിൽ 2 പട്ടിയാണ് കിടന്നിരുന്നത്. അതിൽ ഒരു പട്ടി ഇതാണ്. ഇത് ആ കുട്ടീനെ ചാടാൻ പറ്റിയാത്ത പട്ടിയാണ്. പക്ഷേങ്കിൽ അത് ഈ പ്രശ്നം ഈ ബഹളം കേട്ട് അത് അവിടെ നിന്ന് ചാടി തിരിച്ച് നമ്മുടെ വീടിൻ്റെ ടെറസിൽ വന്ന് കിടന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അപകടം ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ പട്ടി മിസ്സാണ്. ലാബാണ്. അത് ഏറെക്കുറെ ഒരു 1.5 വയസ്സ് കഷ്ടി പ്രായമുള്ള 35 കിലോളം വലിപ്പമുള്ള ഒരു പട്ടിയാണ്. അപ്പോൾ ഇത് ഒരു ജനുവരി 8-ാം തീയതി ആയിട്ട് തുടർച്ചയായിട്ട് ഇതിനകത്ത് വനത്തിൽ കാർച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വനത്തിലല്ല, നമുക്ക് കൂടുതൽ ആർച്ചാന്ന് പറഞ്ഞാൽ മുരൾച്ച. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. എങ്കിലും ഫോറസ്റ്റുകാരൊക്കെല്ലാം അവർ മാക്സിമം സഹകരിച്ച് അവർ ബോധ്യപ്പെട്ട കാര്യമാണ്. കടുവ തന്നെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മുടെ അയലോക്കാരൻ്റെ പട്ടിയെ കൊണ്ടുപോയി
എന്തായാലും തുടർച്ചയായിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരിപ്പോൾ നമ്മൾ നിലപാട് അറിയിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ കൂട് വെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനജീവിതത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ചെറിയ മക്കളൊക്കെ ഉള്ളൂ, ഒരുപാട് ജനവാസം കൂടുതലുള്ളൊരു ഏരിയ കൂടിയാണ്. കുറേ ദിവസങ്ങളായിട്ട് പിന്നെ ആളുകൾ പണിക്കൊന്നും പോകാതെ ടാപ്പിങ്ങും മറ്റു കാര്യങ്ങളും. ഇനിയിപ്പോൾ കശുവണ്ടിയായി വരുമ്പോൾ കശുവണ്ടിയൊന്നും പെറുക്കാൻ പറ്റാതെ ചെറിയ കുറ്റിക്കാട്ടിനകത്തൊക്കെ ഇതിനകത്ത് എപ്പോഴും കയറിയിരിക്കാൻ പറ്റുമല്ലോ. എപ്പോഴും ഇത് കാട്ടിനെ തന്നെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ നാട്ടുപുറത്തോട്ട് ഇറങ്ങി വരുന്ന ഒരുപാട് കഥകൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കൂട് വെക്കാനുള്ള തീരുമാനത്തിൽ തന്നെ വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. വേറെ എന്തെങ്കിലും ഈ പട്ടിയുടെ അവശിഷ്ടം അങ്ങനെ എന്തെങ്കിലും ചോരപ്പാട്? നിലവിലൊരു അവശിഷ്ടം എന്ന് പറഞ്ഞാൽ തപ്പണമെങ്കിൽ നമ്മൾ കാട്ടിലോട്ട് പോകണം. ഈ അവശിഷ്ടം തപ്പണം നമ്മൾ കാട്ടിലോട്ട് പോകണം. കാട്ടിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇപ്പം നിലവിൽ ഇവരുടെ പെർമിഷനാണ്ട് പോകാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിക്രമിച്ച് കിടക്കുന്നു അത്ര ആരോഗ്യം സുരക്ഷിതമായ ഒരു അവസ്ഥയല്ല. കാരണം എപ്പോഴായാലും ഒരു അറ്റാക്ക് നമ്മുടെ നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പം എനിക്കൊരു മുകളിലൊരു ചെറിയ ഫാമുണ്ട്. ആ ഫാമിലേക്ക് ഞാൻ പോകുമ്പോൾ രാവിലെ വൈകുന്നേരം ഈ പട്ടിയെ കൊണ്ടുപോകുന്നത്, ഈ ലാബ് പട്ടിയാണ് ഞാൻ കൂട്ടത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് വലിയ ദുഃഖമുണ്ട് ആ കാര്യത്തിൽ. നമ്മൾ അങ്ങനെ ഓമനിച്ച് വളർത്തിയതാണ്. അത് നല്ല പൈസ മുടക്കമുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഒരു ലാബിനെ മേടിച്ച് വളർത്തി വരുമ്പോഴത്തെ അതിൻ്റെ ഉള്ള പ്രയാസങ്ങളും കാര്യങ്ങളും അറിയാം. അപ്പോൾ അത് ഇപ്പോൾ ആ ഒരു വിഷമം കൂടെ നമ്മളേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ നഷ്ടപരിഹാരം അവരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതൊരു മാന്യമാരി കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അറിയത്തില്ല. നമ്മളിന്ന് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്ത് പോയി കടുവയാണോ പുലിയാണോ എന്നുള്ള രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഒരു ചേച്ചി നേരിട്ട് കണ്ടു. ആ ചേച്ചി തർപ്പിച്ച് പറയുകയാണ് അത് കടുവയാണെന്ന് തന്നെ തർപ്പിച്ച് പറയുകയാണ്. മാത്രമല്ല ഇവിടെ കടുവ കരയുന്ന കടുവയുടെ മുരൾച്ച അടക്കം കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി കടുവയുണ്ടെന്നുള്ള രീതിയിൽ ഇവിടെ ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് പിടിച്ചത് കടുവയാണെന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും നഷ്ടപ്പെട്ടത് അവരുടെ വളർത്തുമൃഗമാണ്. അതുപോലെ തന്നെ ജനങ്ങളിപ്പോൾ ആശങ്കയിലുമാണ്. കാരണം വയനാട്ടിൽ ഒരാളെ, നമ്മുടെ രാധ എന്ന് പറഞ്ഞ ആ ചേച്ചീനെ കടുവ കൊന്ന് ഭക്ഷിച്ച ആ ഒരു സംഭവം എല്ലാവരെയും നടുക്കിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കടുവയുടെ പ്രശ്നം ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൂട് വെക്കണം എന്നൊക്കെ എല്ലാവരും ആവശ്യപ്പെടുന്നത്. കൂട് വെക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് CCF ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടത്. ഏതായാലും ഇതൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചകളെന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പിടിച്ച് പട്ടീനെയൊക്കെ പിടിച്ച് പഠിച്ച കടുവയായതുകൊണ്ട്, കടുവയാണേലും പുലിയാണേലും അതിനിയും അതിനുള്ള തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇത് കടുവയുടെയും പുലിയുടെയൊക്കെ ഒരു സീസണായിട്ട് മാറിയിരിക്കുകയാണ്. ദിവസം എന്ന് പറയുന്ന പോലെ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇന്നേ ദിവസം തന്നെ വയനാട്ടിലും ഇതേപോലെ തന്നെ ഒരു വളർത്തുനായനെ പുലിയോ കടുവയോ എന്തോ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.